ഈ DCC ഭരിക്കാൻ ഒരു പുരുഷനും കഴിയില്ല, ഒരു സ്ത്രീക്കും കഴിയില്ല. അത്ര നല്ല DCC പ്രസിഡന്റാണ്. പാപ്പിക്കായനും അപ്പനില്ലായിരുന്നെങ്കിൽ ഈ നാട്ടിൽ ഒരു പള്ളിക്കൂടം ഉണ്ടാകുമായിരുന്നോ? ഒരു ആശുപത്രി ഉണ്ടാകുമായിരുന്നോ? പാവപ്പെട്ടവരുടെ കാണപ്പെട്ട ദൈവമാണ്. ഞങ്ങൾ പാവങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ് പാപ്പിക്കായൻ. ഞങ്ങളുടെ ജീവനാണ്, ജീവന്റെ ജീവനാണ്. ഒന്ന് പറയാൻ കണ്ണിൽ ഉണ്ണിയാണ്. തള്ള കൊളാക്കും. കണ്ണിൽ ഉണ്ണിയല്ല, കണ്ണിൽ ഉണ്ടമ്പുരി. ലൈവ് പരിപാടിയാണ് നശിപ്പിച്ചനെ. പിന്നെ ഇവിടെ തല്ല് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരാൾ കയറി വരുമ്പോൾ നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ടാക്കുന്ന പ്രശ്നമാണ് എന്നതുപോലെയാണ് DCCയിലുണ്ടായ തല്ലായാലും കൂട്ടത്തല്ലായാലും അങ്ങോട്ട് പോയിട്ടുണ്ടാക്കിയിട്ടുള്ളതല്ല. അതിപ്പോ തോൽക്കണത് ആദ്യമൊന്നുമല്ലല്ലോ. ഈ ജോസ് തന്നെ തോൽപ്പിച്ചിട്ടുണ്ടല്ലോ നമ്മളെ മുമ്പ്. ഈ തോൽവിയുടെ ഉത്തരവാദിത്തം ജോസേട്ടൻ എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. കാരണം സ്ഥാനാർത്ഥി അന്നത്തെ ദിവസം വന്നും കൊണ്ട് ജനങ്ങളെ രത്തിക്ക് ചെല്ലാണ്. ആ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്ന രീതിയിലുണ്ട് ഇല്ലേ ഒരു വോട്ട് കിട്ടല്. അതുപോലെയല്ല വെറുതെ ചെല്ലുക, കാണിക്കുക, പോരുക. വോട്ടിന്റെ തൊട്ടരത്ത് പ്രത്യക്ഷപ്പെടുക. പിന്നെ എങ്ങനെ വിജയിക്കുന്ന പറയണ്? നിരപരാധിയായ ജോസേട്ടനെ എന്തിനിതിലേക്ക് ലൈവ് പരിപാടിയാണ് നശിപ്പിച്ചനെ. ഒറ്റടുപ്പിന് എല്ലായിടത്തും കൊടുത്താ ഒരു 50 കൂടി അതൊക്കെ മതി. 2 ദിവസം പഠിപ്പിച്ചതിന്റെ പകുതി പറഞ്ഞില്ല തള്ള. നീ നിന്റെ അപ്പനെ എങ്ങനെയാണ് ഗതി പിടിക്കുന്നത്? ഒരു നിരപ്പെട്ടെണ്ടികള്, പന്നികള്. മോനെ, എനിക്ക് ഇവരെ പറ്റി കുറച്ച് കൊണ്ടുപോടാ, കൊണ്ടുപോ. ക്യാമറ മാറ്റിക്കോ. കൊണ്ടുപോയി കൊട്ടായിട്ട്